ചിയേഴ്സ്. എന്താടാ അല്ലേ യൂസ്പേ, ഇതിപ്പോ എത്രാമത്തെ തവണയാണ് മേജർ ചിയേഴ്സ് പറയുന്നത്? അറിയാം. ദിസ് ഈസ് മൈ 12th പെഗ്. നീ എണ്ണുന്നുണ്ടാ? അയ്യോ ഇല്ല. പിന്നെ നീയോ? ഏയ് ഇല്ലില്ല. ചിയേഴ്സ് മേജർ. ചിയേഴ്സ്. പറടാ, എന്താ നിനക്കുന്നൊരു നനഞ്ഞ ചിയേഴ്സ്? എന്താ ഒരു തണുപ്പ്? വാട്ട് മേക്സ് യു സിറ്റ്? ഇല്ല മേജർ, ഐ എം പെർഫെക്റ്റ്. അത് ചുമ്മാ മേജർക്ക് വെറുതെ. നിർത്തടാ. എനിക്കറിയാം, ഞാൻ എത്രയൊക്കെ നിർബന്ധിച്ചാലും എത്രയൊക്കെ സ്നേഹം വെച്ച് നീട്ടിയാലും ഒക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് എങ്ങോട്ടൊന്നില്ലാതെ പോണം നിനക്ക്. അതാ നിന്റെ മനസ്സിലിരിപ്പ് അല്ലടാ? അയ്യോ മേജർ, പിന്നെ അത് ലുക്ക്, ഐ എം എ ബിറ്റ് വെറീഡ് അബൌട്ട് ചന്ദ്രേട്ടൻ. ഓഹോ, വൈ? അത് പുള്ളിക്കാരൻ ഇന്നാകെ ഷാറ്റേഡ് ആയിട്ട് ഇറങ്ങിപ്പോയത് ഇച്ചായന്റെ ഓഫീസിൽ നിന്ന്. സോ വാട്ട്? അല്ലാതെ ഇച്ചായനും ചന്ദ്രേട്ടനുമായിട്ടുള്ള പഴയ ബന്ധങ്ങളൊക്കെ ഓർക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ എന്റെ വരവേണ്ടൊരു. Shut up, you fool. പഴയൊന്നും നീ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട എനിക്ക്. പഴയൊന്നും മറക്കാറില്ല. മറന്ന ശീലമില്ല രവി മാമന്. പണ്ട് ബാംഗ്ലൂരിൽ ഒരു 6 മാസത്തെ വിചാരണ തടവും കഴിഞ്ഞ് ശിക്ഷയില്ലാതെ ജയിലിൽ നിന്നിറങ്ങി നിന്നെ അന്വേഷിച്ച് ബോംബെയിലെത്തി നേരെ ചെന്ന് പെട്ടത് ഒരു പഴയ ശത്രുവിന്റെ മുന്നിലാണ് ഞാൻ. പക തീർക്കാൻ അവസരം കാത്തു നിൽക്കുന്ന ഒരു പഴയ ശത്രു, പഴയ കേന്ദ്രമന്ത്രി KJ നായർ. മറാഠ പോലീസിലെ പ്രമാണിമാരുടെ പിൻബലത്തിൽ കെണിവെച്ച് വളഞ്ഞു പിടിച്ച് വെട്ടിയും കുത്തിയും ജീവൻ ബാക്കിയുണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അന്നെന്നെ കെട്ടിയെടുത്ത് പുറംകടലിൽ എറിഞ്ഞു കളഞ്ഞു നായരുടെ ആൾക്കാര്. ഒടുവിൽ ആരാ എന്താണെന്നറിയാതെ കടലിൽ ഒഴുകി നടന്ന ജീവച്ഛവത്തിനെ രക്ഷിച്ചെടുത്ത് സ്മഗ്ലിംഗ് ലോഞ്ചിൽ ഈ കര അടുപ്പിച്ചത് ദൈവത്തിന്റെ രൂപത്തിൽ അവതരിച്ച ചന്ദൻ ബാപ്പ. ബോധവും ആരോഗ്യം വീണ്ടു കിട്ടി പകരം വീട്ടാനുള്ള പുറപ്പാട് കണ്ടപ്പോ പാവം പറക്കമുറ്റാത്ത എന്റെ ആലീസ് മോള് ഈ ഭൂമിയിൽ ആരുമില്ലാത്തവളായി പോകും, തനിച്ചായി പോകുമെന്ന് ഭയപ്പെടുത്തി ഇവിടെ തന്നെ നിർബന്ധമായി പിടിച്ചു നിർത്തിയ സ്വാമിനാഥൻ സാർ, പോർട്ടിലെ കുഞ്ഞാപ്പൊട്ടിക്ക, ഇവിടെ വന്നുപെട്ട കാലം മുതല് നിഴൽ പോലെ കൂടെയുള്ള ഇവൻ ഈ യൂസഫ്, പിന്നെ എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ ഒരുപെട്ട നീയെ, ഒരാളെയും മറക്കാൻ പറ്റില്ലടാ. ഒന്നും മറക്കാൻ പറ്റില്ല രവിക്ക്. ഒക്കെ കഴിഞ്ഞിട്ട് ബിസിനസ്സിന് ഞാൻ പച്ച പിടിക്കുന്ന കാലത്ത് എല്ലാം നഷ്ടപ്പെട്ട നിലയിൽ ഒരു കാര്യസ്ഥനെ പോലെ വന്ന് കയറിയ ആളാ ചന്ദ്രേട്ടൻ. ഒരിക്കലും എന്റെ ജഡ്ജ്മെന്റുകൾക്ക് വഴങ്ങി തന്നിട്ടില്ലാത്ത മനുഷ്യൻ, ഒരുപാട് മോഹങ്ങൾ ഇനിയും ബാക്കിയുള്ള മനസ്സ്. പക്ഷേ നിന്നെ ഇവനെയൊക്കെ പോലെ തന്നെ ഇഷ്ടമായി എനിക്ക് ചന്ദ്രേട്ടനെയും. ദാറ്റ്സ് വൈ ഐ ട്രസ്റ്റ് ഹിം, ദാറ്റ്സ് വൈ ഹി ഈസ് സ്റ്റിൽ വിത്ത് മീ. എല്ലാത്തിന്റെയും തലപ്പത്തൊരു വാശിരി നിന്നെ ഇങ്ങനെ പിടിച്ചെടുത്തുമ്പോൾ അത് ചന്ദ്രേട്ടനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് കരുതണ്ട നീ. ഹീൽ ബി വിത്ത് അസ്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ബിസിനസ് മുഴുവനായും ചന്ദ്രേട്ടനെ ഏൽപ്പിച്ചു കൊടുക്കാൻ എന്റെ തീരുമാനം. കോടികളുടെ ആസ്തിയും ലാഭവും ഒക്കെ എനിക്ക് ചന്ദ്രേട്ടനെ തനിച്ചെടുക്കാം. ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കേണ്ട നീ. സമയാവട്ടെ, ഞാൻ തന്നെ പറഞ്ഞോളാം. ശരി. പിന്നെ പോർട്ടിലെ ബിസിനസ് മുഴുവൻ നിനക്ക്. എന്റെ പേരിലുള്ളതെല്ലാം ഇനി മുതൽ തനിച്ച് നോക്കിയെടുത്ത് നടത്തിക്കൊള്ളാം നീ. എന്താ പറ്റില്ല നിനക്ക്? ഞാൻ കരയാതെ കഴുത. പിന്നെ ബാക്കിയുള്ളത് മുഴുവൻ തുല്യമായിട്ട് നിന്റെ ആലീസിന്റെയും പേരില്, അമ്മുവിന്റെയും വരമുദ്രയിലെ കുട്ടികളുടെയും പേരില് ഒക്കെ നിങ്ങളെ ഏൽപ്പിച്ചു തരാനാണ് എന്റെ തീരുമാനം. അല്ല മേജർ, എല്ലാം കൂടെ ഇങ്ങനെ വീതിച്ചെഴുതിയിട്ട്? ഏയ്, ഭാരങ്ങളെ താങ്ങാൻ മനസ്സും ആരോഗ്യം ഉള്ളപ്പോ തന്നെ എല്ലാം ഇറക്കി വെക്കുന്നതിന് സുഖമില്ലടാ. അത് മതി മേജർക്ക്. ദാറ്റ്സ് വെൽത്ത് ഇനഫ് ഫോർ മീ. മതിടാ. മണി ക്യാൻ മേക്ക് വൺ ഗെറ്റ് ഫെഡ് അപ്പ് അറ്റ് ടൈംസ്. പക്ഷേ പണമേ മടുത്തിട്ടുള്ള രവിക്ക് ജീവിതം ഇങ്ങോട്ട് വേട്ടയാടുമ്പോ തിരിച്ചു വേട്ടയാടാനുള്ള ഒരു ബേസിക് ഇൻസ്റ്റിങ് ഇല്ലടാ. അത് നഷ്ടമായിട്ടില്ല നിന്റെ ചൈന. പറഞ്ഞില്ലേ, KG നായർ, കിഷൻ ഭട്ട, വിക്ടർ സെബാസ്റ്റ്യൻ, പഴയതും പുതിയതുമായ ശത്രുക്കൾ. രവി മാമനെ തകർക്കാൻ അവരെല്ലാം ഒരുമിച്ചായിപ്പോ. ആൻഡ് they will keep me busy. 12 വർഷം ഞാൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചതൊക്കെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് ഇനി തോറ്റു കൊടുക്കാൻ പറ്റില്ല. ദാറ്റ്സ് മൈ ഡിസിഷൻ. ഏയ്, പേടിക്കാതടാ. ഇനി ഒരു ഏറ്റുമുട്ടലൂടെ വേണ്ടി വന്നാൽ ഐ ഡോണ്ട് വാണ്ട് ടു റിസ്ക് എനിത്തിങ് മോർ. എന്റെ സൂസന്നിയെ നഷ്ടപ്പെടുത്തിയതുപോലെ ഇനി ഒരാളെ കൂടെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് യു. പറടാ, എന്താ ആലീസും നീ തമ്മില്? അല്ല, അത് നിന്റെ പേര് പറയുമ്പോഴും നിന്നെ കാണുമ്പോഴും ഒക്കെ അവളുടെ കണ്ണ് തിളങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നീ അതിന് സമ്മതിച്ചു കൊടുക്കുന്നതും കാണാറുണ്ട്. അറിഞ്ഞൂടെ നിനക്ക്? അയ്യോ ചായ, അല്ല, നിനക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ടെൽ ഹർ. പറഞ്ഞു കൊടുത്താൽ മതി, അവൾക്ക് മനസ്സിലായിക്കോളും. അല്ല അത് പിന്നെ ആലീസിനും കൂടെ ഇഷ്ടമായ സ്ഥിതിക്ക്
അങ്ങനെ അവൾക്ക് നിനക്ക് ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ഇറ്റ്സ് ആഫ്റ്റർ ബോത്ത് ഓഫ് യു. നിങ്ങൾ അങ്ങ് തീരുമാനിച്ചോണ്ടാ മതി. പിന്നെ നിന്റെ ഈ കയ്യിലിരിപ്പിനെ നിന്റെ തടി നീ സൂക്ഷിച്ചോളാം. എന്റെ പെങ്ങളവള്. എന്റെ പള്ളി. അത് മേടിച്ച് രാജ്യം വിടാനും നിൽക്കേണ്ടത് കേട്ടല്ലോ. Get me my drink. Cheers. 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 സോ ദിസ് ഈസ് മൈ ഐറ്റിനറി ലേക്ക്. ഇവിടെ നിന്ന് നേരെ പറഞ്ഞാൽ ഡൽഹി. അവിടെ ആലീസിന് തിരിച്ചാക്കണം. ഫ്രം ഡൽഹി സ്ട്രേറ്റ് ടു ഫ്രാങ്ക്ഫർട്ട്. കോളൻ സ്മിത്തിന്റെ കൺഫർമേഷൻ അതിലുണ്ട്. അവിടെ തെർമൽ പ്രോജക്ടിന്റെ ഡീൽ ഒപ്പുവെച്ചിട്ട് ബോർഡ് മീറ്റിംഗും ഫോർമാലിറ്റീസും ഒക്കെ കഴിഞ്ഞാൽ ടു ലണ്ടൻ റുട്ടീൻ വർക്ക്. അത് കഴിഞ്ഞാൽ ചെറിയൊരു കച്ചവടം. നമ്മുടെ ഈ പഴയ എയർക്രാഫ്റ്റ് ഒന്ന് തൂക്കി വിട്ടിട്ട് പുതിയൊരെണ്ണം വാങ്ങുന്നു. ദെൻ ടു സ്റ്റേറ്റ്സ്, ഏറിയൽ ഒറ്റയാഴ്ച. പിന്നെന്താ തിരിച്ച് ബോംബെ വഴിക്ക്? അവിടെ കച്ചവടവും കരാറൊപ്പുവെക്കലൊന്നുമില്ല ചന്ദ്രട്ടൻ. നൂതൻ വിളിച്ചിരുന്നു. ചന്ദൻ പാപ്പ ഇസ് നോട്ട് വെൽ. നത്തിങ് സീരിയസ്. ഏതോ ഒരു വാൽവിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടോന്ന് സംശയം. ബൈപ്പാസ് വേണ്ടിവരുമെന്ന് പറയുന്നില്ല ഡോക്ടർമാർ. മൈ ഗോഡ്. ഹീൽ കം ത്രൂ ഇറ്റ്. അറിയാമല്ലോ, ഈ 70-ാം വയസ്സിലും ആസ് സ്ട്രോങ് ആസ് എ ഹോഴ്സ്. അതാണ് ചന്ദൻ പാപ്പ. സോ ദാറ്റ് ദർ ഇസ് എവറി ചാൻസ് ഫോർ മീ ടു ഗെറ്റ് ഹെൽപ്പ് ഇൻ ബോംബെ ഫോർ 4-5 days. കം. ഗുഡ് മോർണിംഗ് ചെയർമാൻ. ഗുഡ് മോർണിംഗ് മിസ് നായർ. ഓ ഗോഡ്, നീ പറ്റിച്ചെളുന്നല്ലോടാ. യു ആർ ഓൺ ടൈം. യാ, ജസ്റ്റ് മേഡ് ഇറ്റ്. ഇതാ കണ്ടില്ലേ, ഉത്തരവാദിത്തങ്ങൾ നിർബന്ധമായിട്ട് കെട്ടിയേപ്പിച്ചപ്പോ ഒറ്റ ദിവസം കൊണ്ട് ഇവന് ആളെ മാറിപ്പോയത് കണ്ടില്ലേ എന്തേട്ടാ? യെസ്, സോ ദാറ്റ്സ് ഇറ്റ്. രവി പറഞ്ഞതാ ശരി. ഹി ലുക്സ് ഫിറ്റ്, മെയ്ഡ് ഫോർ ദ ജോബ്. ദാ രവിയുടെ ട്രാവൽ ഷെഡ്യൂൾ. കീപ് യുവർ കോപ്പി. താങ്ക് യു. പിന്നെ ചന്ദ്രേട്ടൻ, ദാ ഇവനെ ഇങ്ങനെ നമ്മളിവിടെ പിടിച്ച് കുറ്റിയടിച്ച് കെട്ടിയെന്ന് വെച്ച് ചുമലിന്ന് മുഴുവൻ ഭാരങ്ങളും ഒറ്റയടിക്ക് ഇറക്കി വെക്കാന്ന് വിചാരിക്കണ്ട. ബി വിത്ത് ഹിം. യെസ്. എന്തൊക്കെയാ ചുമതലകൾ എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഗൈഡ് ചെയ്യണം. വേണ്ടി വന്നാൽ ശാസിക്കാം, ചെവിക്ക് പിടിക്കാം, അനുസരിപ്പിക്കേണ്ടെന്ന് അനുസരിപ്പിക്കാം. ഹി വിൽ ലിസൺ ടു യു. കേട്ടോടാ? May I come in, Yeah. sir? Come in. Morning, sir. രവി, ദാ ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കിരണിന്റെ സെക്രട്ടറി ആയിട്ട്. ഷീസ് ഡെമി. Hello. ഹലോ. ഗുഡ്. ആൻഡ് കിരൺ, ഹാവ് എ ഗുഡ് ഡേ. സീ യു. See you. Dimi, Yes, sir. May I help you? Dimi, Yes. Tell me, sir. yeah. To start with one black tea, strong. Sure, sir. ചന്ദ്രേട്ടൻ, യെസ്. പറയണമെന്ന് പലതവണ മനസ്സിൽ വിചാരിച്ചാണ്. ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ഇറ്റ് ടു സൗണ്ട് ഓക്വേർഡ്. ഇതുപോലെയുള്ള യാത്രകൾ പതിവാണെങ്കിലും മുൻപൊരിക്കലും ഇതുപോലൊരവസ്ഥയിൽ ഇവിടം വിട്ട് നിന്നിട്ടില്ല ഞാൻ. യു മീൻ കിഷൻ ഭട്ട? യെസ്. ഞാനിങ്ങനെ സ്ഥലത്തില്ലാന്നറിയുമ്പോ പുതിയതെന്തെങ്കിലും ഒരു ദുർബുദ്ധിക്ക് ശ്രമിച്ചുകൂടാന്നില്ല അവൻ. നത്തിങ്. ഇനി അവൻ ഒന്നിനും ധൈര്യപ്പെടാൻ മുകളിൽ രവി. ഹി ഹാസ് ഹാഡ് ഇറ്റ്. ആ ഭാഗത്തുള്ള വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് ഞാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂടുതൽ സൂക്ഷിക്കണം ചന്ദ്രേട്ടൻ. എന്റെ ആബ്സൻസിൽ പ്രത്യേകിച്ചു. ഇനി ഒരിക്കൽ കൂടി ചതിവ് പറ്റാൻ പാടില്ല ചന്ദ്രേട്ടൻ. ഇല്ല രവി, ഐ വിൽ ബി കെയർഫുൾ. ഗുഡ്. ഞാൻ തിരിച്ചെത്തുന്നവരെ അമ്മ അടക്കം എല്ലാത്തിന്റെയും സേഫ്റ്റി ചന്ദ്രേട്ടന്റെ കയ്യിലാണ്. ഓർമ്മയുണ്ടല്ലോ? രവി, ഉറപ്പ്. യു ക്യാൻ ട്രസ്റ്റ് മീ. ചിയേഴ്സ്. താങ്ക്സ്.